നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്തുവാ? നെഹമ്യാവ്. അത് എന്തോതിനോടുള്ള ബന്ധത്തിലാണ് നെഹമ്യാവ് വന്നേ? എന്തുകൊണ്ടാണ് നമ്മൾ നെഹമ്യാവിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ കാരണം? നമ്മുടെ വിഷയം എന്തുവാ? ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്തീയ നേതൃത്വമാണ് നമ്മുടെ വിഷയം. അതെ, അതിൽ നമ്മൾ അടിയന്തരമായിട്ട് ഒരു ക്രിസ്തീയ നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഒത്തിരി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്തീയ നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് നമ്മൾ പഠിക്കുക. അങ്ങനെ ആദ്യം പഴയ നിമിത്തം നമ്മൾ എടുത്ത് ആരെയാ? നെഹമ്യാവിനെ എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്, നമുക്ക് പുതിയ നിമിത്തം നിന്ന് ഒരാളെ എടുക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട നേതൃത്വ ഗുണങ്ങളുടെ ആ ലിസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ടതെന്ന് വായിച്ചേൻ. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആദ്യം തൊട്ട് എന്തോ പഠിച്ചത് നമ്മൾ? ഒന്ന്, നെഹമ്യാവ് ആദ്യം ചെയ്തത് തനിക്ക് കിട്ടിയ അറിവുകൾ. എന്തോ തനിക്ക് കിട്ടിയ അറിവ്? യെരുശലേമിൻ്റെ മതിൽ ശൂന്യമായി കിടക്കുന്നു, അതിൻ്റെ വീതികളൊക്കെ ആകെ കിടക്കുകയാണ്, ദേശം മുഴുവൻ എന്ത് ചെയ്തിരിക്കുക, ചുട്ടു കിടക്കുന്നു എന്നൊക്കെ കേട്ട കാര്യങ്ങൾ വാസ്തവമാണോ എന്ന് ആദ്യം അവൻ എന്ത് ചെയ്തു? അറിവുകൾ ശേഖരിച്ചു, മാക്സിമം ഇൻഫർമേഷൻ ശേഖരിച്ചു. അത് നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ വേലകൾ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നത്? അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേ? ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പോകുന്നു വിചാരിക്കേ, ആ സമൂഹത്തെക്കുറിച്ച്, ആ ദേശത്തെക്കുറിച്ച്, ആ ആളുകളെക്കുറിച്ചുള്ള മാക്സിമം അറിവ് നമ്മൾ ശേഖരിക്കണം. ഉദാഹരണം, ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോലനായ്ക്കന്മാർ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്രമുണ്ട് കേരളത്തിൽ, വയനാട്ടിൽ. ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ കുറിച്ച് ജനം അറിയുന്നത്. ഇന്ത്യയുടെ സെൻസസിൽ പോലും അവരെ എന്ത് ചെയ്തിരുന്നില്ല, അതുവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നിലമ്പൂർ വനങ്ങളിൽ താമസിക്കുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പത്രത്തിൽ വലിയ ഇതൊക്കെ വന്നായിരുന്നു, റൈറ്റൊക്കെ വന്നായിരുന്നു. ഇങ്ങനെ ഒരു ആദിവാസി ഗോത്രം അവിടെ ഉണ്ട്, തികച്ചും ഇങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്തിലാണ് ഈ ഗോത്രത്തെ ഇവിടെ കണ്ടെത്തുന്നത്. ഞാൻ കണ്ടെത്തുന്നതല്ല, ഇവരെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു വരുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ദൗത്യം മിഷൻസാണ്. സഭയുടെ ദൗത്യവും സുവിശേഷീകരണവും എങ്ങനെ നടത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഒരു പുതിയൊരു ഗോത്രത്തെ എന്ത് ചെയ്തിരിക്കുന്നു, കണ്ടെടുത്ത് പോയി. അപ്പോൾ ഇവരെ ഇനി എങ്ങനെ സുവിശേഷീകരിക്കാമെന്നുള്ളതായിരുന്നു എനിക്ക് തന്ന ദൗത്യം. അപ്പോൾ അവിടെ പോയി അവരെ കണ്ടു, അവരുടെ കൂടെ താമസിച്ചു കുറച്ച് ദിവസം. അവരുടെ ജീവിതശൈലി, അവരുടെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒരു കാര്യം മനസ്സിലായി, അതിൽ നിന്ന് എഴുത്തും വായനയും അറിയത്തില്ല അവർക്ക്. അപ്പോൾ സുവിശേഷ പ്രതികളെ കൊണ്ട് അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇവർക്ക് ട്രാക്ട് വിതരണത്തിലൂടെ എന്ത് ചെയ്യത്തില്ല, അവരെ നമുക്ക് നേടാനൊക്കില്ല. പിന്നെ അവരെ നേടാൻ പറ്റിയ ഏക മാർഗം എന്ന് പറയുന്നത്, ഭാഷ നമ്മൾ പറയുന്ന അവർക്കറിയാം, പക്ഷെ അവർ തമ്മിൽ പറയുന്നത് നമുക്കറിയില്ലെന്നേ ഉള്ളൂ. അവർ തമ്മിൽ പറയുന്നത് നമുക്കറിയത്തില്ല, നമ്മൾ പറയുന്ന അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും. അവർ പറയുന്നത് കുറച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരിന് നേടാൻ എന്നാ മാർഗമുള്ളേ? ദൃശ്യമാധ്യമങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ അപ്പം ഇനി അവർക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കി ഞങ്ങൾ. അപ്പോൾ അവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ, സിനിമ കാണാൻ വലിയ താല്പര്യമുള്ളവരെ ഇവർ. കാരണം ഇവർ എല്ലാ ആഴ്ചയുടെ അവസാനം ആകുമ്പോഴത്തേനും കാശും കുട്ടിയും എല്ലാവരും പെറുക്കി കൂട്ടി എന്ത് ചെയ്യും, നിലമ്പൂർ സിനിമാ കോട്ടയിൽ വരും, സിനിമ കാണാൻ വരും. അപ്പോൾ സിനിമ കാണാൻ വലിയ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മാധ്യമം കിട്ടി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനിമയിലൂടെ ഇവരെ പോയി കണ്ടെത്താൻ. അങ്ങനെയാണ് ജീസസ് ഫിലിമുമായിട്ട് അവിടെ ഒരു ടീമിനെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇന്ന് ചോലനായ്ക്കന്മാരിൽ ഒത്തിരി പേര് ദൈവമക്കളുണ്ട് കേട്ടോ.
അപ്പോൾ അവരുടെ സംസ്കാരം എന്തുവാന്ന് പഠിച്ചു. അവരെ നമുക്ക് പിന്നെ മനസ്സിലായി അവർക്ക് നാടകങ്ങൾ, പാട്ടുകൾ അതൊക്കെ ഇഷ്ടമുള്ളവരാന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഈ നാടൻ പാട്ടുകൾ, അവരുടെ രീതിയിലുള്ള, അവരുടെ സംസ്കാരത്തിലുള്ള നാടൻ പാട്ടുകളിലൂടെ ക്രിസ്തീയ പാട്ടുകൾ എന്ത് ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ പണ്ടും ഉണ്ടായത്. നസ്രാണി ക്രിസ്ത്യാനികൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ചില ഗാനങ്ങളുണ്ട്, ചില നാടക ശൈലികളുണ്ടായിരുന്നു. അതിലൊന്ന് ഏതാ ചവിട്ടു നാടകം. ക്രിസ്ത്യാനികളുടെ മാത്രം. ഈ ചവിട്ടു നാടകമല്ല, ചവിട്ടു നാടകം എന്ന് കൊണ്ടൊരിതുണ്ട്, അത് ക്രിസ്ത്യാനികൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ മാർഗംകളി ക്രിസ്ത്യാനികളുടെ മാത്രമാണ്. അതിലെല്ലാം അതിലെല്ലാം അവർ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ക്രിസ്തീയ വിഷയങ്ങളാണ്. തോമസ് അപ്പോസ്തലൻ ഇവിടെ വന്നതും, കാനായി തോമൻ ഇവിടെ വന്നതും, ഇവിടെ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിച്ചതും ആനയിച്ചതുമായ മാർഗംകളിയുടെ പാട്ടുകൾ കേൾക്കണം. നല്ല രസമാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, കേൾക്കണം. മാർഗംകളി സോങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് മുഴുവൻ ക്രിസ്തീയമായ ആശയങ്ങളാണ്. അത് അക്കാലത്തെ ഇവിടുത്തെ ജനത്തെ നേടാൻ വേണ്ടി വന്ന ആളുകൾ ഉപയോഗിച്ച എഴുതിയ ഗാനങ്ങളാണ്. ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ അന്ന് വന്നപ്പോൾ മിഷന്മാർക്ക് ഇവിടെ വന്നപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒത്തിരിവിധ നാടക ഇതുണ്ട്, തിരുവാതിരക്കളിയുണ്ട്. വാസ്തവത്തിൽ തിരുവാതിരയുടെ ഒരു 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 വേറൊരു വേർഷനായിട്ടാണ് എന്ത് ചെയ്തത്, മാർഗംകളിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അത് വിദേശ ഇറക്കുമതിയൊന്നുമല്ല. അപ്പം ഏത് വിധത്തിൽ നമുക്ക് ഒരു സമൂഹത്തെ സുവിശേഷീകരിക്കാം, അതിനുള്ള ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. അവരെത്ര പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസമുണ്ടോ, ഇത് അവരെക്കുറിച്ച് എന്തെല്ലാം നമുക്ക് കിട്ടുമോ അത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നെഹമ്യാ അതാ ചെയ്തത്. ഹി ഗ്യാതേർഡ് ദ ഇൻഫർമേഷൻ. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. നമ്മളെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക, കാരണം നമ്മുടെ തീരാൻ പോവുക കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് തീരാൻ പോവുക. പിന്നെ രണ്ട്, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ ജനത്തോടൊരു വലിയ ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ് ഇതെല്ലാം പോയിന്റ്സ് എല്ലാം. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് എഴുതിയെടുക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ കേട്ട വിഷയവുമായിട്ട് എനിക്ക് ആ വിഷയത്തോട് ഏകീഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, എൻ്റെ വിഷയമാക്കി തീർത്താൽ മാത്രമേ ആ ജോല നായകന്മാർ അങ്ങനെ കുറേ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ഒരിക്കലും അവരെ നേടാൻ പറ്റത്തില്ല. എനിക്ക് അവരെ നേടണം. എല്ലാ മിഷൻസും ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നിന്റെ ഹൃദയത്തെ തൊടുമ്പോഴാണ്. അടുത്തത് അടയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ വിഷയമെല്ലാം കൊണ്ട് എഴുതി അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക എന്നുള്ളതല്ല. പകരം എന്നാ, അത് നമ്മുടെ ഹൃദയത്തിനകത്ത് വഹിച്ചിട്ട് കർത്താവ്, ഹൗ ക്യാൻ ഐ എനിക്കിവരെ എങ്ങനെ നേടാനായിട്ട് കഴിയും, എനിക്കിവരെ എങ്ങനെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിയും, എനിക്കിവരെ എങ്ങനെ കർത്താവിൻ്റെ സ്നേഹം എനിക്കിവരോട് വെളിപ്പെടുത്താനായിട്ട് കഴിയും. കർത്താവ് നമുക്ക് അതിന് വഴി മനസ്സിലാക്കാം. കാരണം അവൻ ആലോചനയിൽ ഭയങ്കര കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വണ്ടർഫുൾ കൗൺസിലർ. ആശയങ്ങൾക്ക് വേണോ ആശയദാരിദ്ര്യം ഇല്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാ? നമ്മുടെ ദൈവമാണ്. ഐഡിയകൾക്ക് യാതൊരു ദാരിദ്ര്യവുമില്ല. നിനക്ക് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി, കർത്താവ് പറഞ്ഞു തരും. അതെ, ക്രിയേറ്റീവ് ഐഡിയാസ് കർത്താവ് പറഞ്ഞു തരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മേഴ്സി ഹോമുകളെല്ലാം നമ്മൾ നിർത്താൻ നമ്മൾ സർക്കാരിനാൽ നിർബന്ധിതരാക്കപ്പെട്ടു, കാരണം നമുക്ക് നടത്താൻ പറ്റാത്ത രീതിയിലായി. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പിന്നെയും കണ്ടെത്തട്ടെ. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ നേടാമെന്ന് ചോദിച്ചപ്പോഴാണ് ഇനി സർക്കാരിന് കൈവയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയത്. ഹെൽത്തി ചൈൽഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മ, ഹെൽത്തി ചൈൽഡ് ക്ലബ്ബ്. 15 പേര് ഒരു ക്ലബ്ബിൽ കാണും. അപ്പോൾ ഹെൽത്തി ചൈൽഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. യേശുവിൻ്റെ പേരോ ക്രിസ്ത്യാനിയുടെ പേരോ ഒന്നും അതിനകത്തില്ല. പക്ഷെ നമ്മളവിടെ ചെയ്യുന്നതെന്ന് മാനസികമായി, ശാരീരികമായി, ആത്മീയമായി ഇവരെ ആരോഗ്യവാന്മാരാക്കി തീർക്കുകയാണ്. അപ്പോൾ 15 പേരുള്ള ക്ലബ്ബ് ഉണ്ടാക്കി, അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം, എത്ര ദിവസം വേണമെങ്കിലും വരാം. ഫാസ്റ്റർ കൂടെ ഒരു ക്ലബിൻ്റെ ലീഡറുണ്ട്. അവർക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ ശാരീരിക വൃത്തിയുടെ ആരോഗ്യപരമായ ബേസിക് ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കും. മോറൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും. അത് ബൈബിളിൽ നിന്ന് തന്നെ വേണമെന്നില്ല, പഞ്ചാന്തരം കഥകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. മോറൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും. അവസാനം ഒരു വാക്യം പറഞ്ഞു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് പോകാൻ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും അവർക്ക് കൊടുക്കും. അത് ശരീരത്തിൻ്റെ ഹെൽത്ത്. ഇമോഷണൽ ഹെൽത്താണ്. അവർ ഒന്നിച്ച് വന്ന് കൂടിയിരുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അത് ഇമോഷണലാണ്. സ്പിരിച്വൽ ഹെൽത്താണ് നമ്മൾ ഈ കൊടുക്കുന്ന മോറൽ സ്റ്റോറീസ് വന്നതല്ല.
അപ്പോൾ ഹെൽത്തി ചൈൽഡ് ക്ലബ്ബ് എന്നായപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം, ആർക്കും ഒരു കുഴപ്പമില്ല, കാരണം ഇവിടെ മതം ഇല്ല. പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്തുവാ? ഇവനെയെല്ലാം ദൈവത്തോട് ബന്ധപ്പെടുന്ന, നമുക്ക് അങ്ങനെ ഏതാണ്ട് 100ഓളം ക്ലബ്ബ് നമുക്കുണ്ടായിരുന്നു. ഈ കൊറോണ വന്നപ്പോൾ ആ ക്ലബ്ബെല്ലാം നമ്മൾ നിർത്തിയത്, കാരണം ആളുകൾക്ക് കൂടാൻ പറ്റാത്തതായതുകൊണ്ട്. വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയല്ല. ചില്ലറ പൈസയല്ല, ഓരോ കുട്ടിക്കും ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ വി ആർ ഇൻവെസ്റ്റിംഗ്. നമ്മൾ അവരിൽ എന്ത് ചെയ്യുക? നമ്മുടെ ആയുസ്, നമ്മുടെ പണം എന്ത് ചെയ്യുക? ചെലവഴിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവർ ആത്മാക്കളായിട്ട് ദൈവരാജ്യത്തിലേക്ക് വരുമെന്ന് നല്ല ഉറപ്പടിക്കട്ടെ. അടുത്ത 4-ാമത്തെ എന്തോ പറഞ്ഞു നമ്മൾ? ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, വളരെ പ്രാർത്ഥനയോടെ വളരെ ഉപവാസത്തോടെ നമ്മൾ ദൈവസന്നിധിക്കണം. ഏതൊന്നും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ്. നെഹമ്യാവ് അത് ചെയ്തു. നെഹമ്യാവിൻ്റെ ജീവിതത്തിലാണ് പഠിക്കുന്നത്. അടുത്തത് ദൈവത്തോട് ഭക്തിയും. അത് നമ്മുടെ വാക്കല്ലേ? ദൈവത്തെയൊക്കെ കയറി നമ്മൾ ചിലപ്പം വിളിക്കുന്ന ഒരു ഭക്തിയില്ലാത്ത വാക്കുകളല്ല. നമ്മൾ എപ്പോഴും ലീഡർഷിപ്പിനോട് നാം കാണിക്കുന്ന ഭക്തിയും ആദരവുമായിരിക്കും നമ്മുടെ കീഴിലുള്ളവർ നമ്മോട് കാണിക്കുന്നു. അടുത്തത് നിങ്ങളെല്ലാം ഞാൻ പറയുന്ന നോട്ട് തന്നെയാണോ ഫോളോ? പേഴ്സണൽ ബന്ധം അവനുണ്ടായിരിക്കണം, നേതാവിന്. അടുത്തത് ഓക്കെ, ലീഡർ മറ്റുള്ളവരെ സേവിക്കാനുള്ള മനോഭാവമായിരിക്കണം. ഓക്കെ, അത് ക്രിസ്ത്യൻ ലീഡർ വചനം അറിയുന്നതിനായിരിക്കണം. വ്യക്തമായിരിക്കുന്ന ഒരു നിർദ്ദേശം, എങ്ങനെയാണ് ഞാനത് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉള്ളവനായിരിക്കണം. പിന്നെ പറ, എന്തു പറഞ്ഞു ജിജോ? അതുണ്ട്. ഈ ജനത്തിന്റെ പരാജയത്തിന് മുഴുവൻ കാരണക്കാർ അവരാണെന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്തത്, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നെഹമ്യാവ് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് എന്തുവായിരുന്നു നെഹമ്യാവിന് കിട്ടിയ അവസരം? എന്തുവായിരുന്നു നെഹമ്യാവിന് കിട്ടിയ അവസരം? തൻ്റെ വിഷയം രാജാവിനോട് അറിയിക്കാനായിട്ട് അവനൊരു അവസരം ലഭിച്ചു. താൻ രാജാവിൻ്റെ പാനപാത്രവാഹനായപ്പോൾ ആ അവസരം അവനതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഓടിച്ചാടിയൊന്നും ചെന്നില്ല അവന്. വളരെ നാളത്തെ ഉപവാസത്തിന് പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷമാണ് നെഹമ്യാവ് എന്ത് ചെയ്യുന്നത്? രാജാവിനോട് അവസരം കിട്ടിയപ്പോൾ ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് എന്തുവാ നമ്മൾ ചെയ്യും? ഓക്കെ, യെസ്, അതാണ് നമുക്ക് പലർക്കും പലതെന്ന് പറയാം. നമ്മൾ തീരുമാനം എടുത്തിട്ട് കർത്താവ് ഇത് നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുന്നവരാ. അതാ യെസ്. രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരണം ചോദിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ചിട്ടാണ് രാജാവിനോട് മറുപടി പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം ഇവിടുന്ന് എപ്പോഴും ഓർക്കേണ്ടത്, നമുക്കൊക്കെ പറ്റുന്നൊരു വലിയ പരാജയം എന്നാണെന്നറിയാമോ? നമ്മളെല്ലാം തീരുമാനം എടുത്തിട്ട് കർത്താവിൻ്റെ അടുക്ക ചെന്നില്ല. എന്നിട്ട് കർത്താവ് നീ ഇത് ചെയ്തു തന്നെ പറയും. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ അടുക്ക ചെല്ലും. അപ്പോൾ കർത്താവ് പറയും, അപ്പോൾ അത് കർത്താവ് സാധിപ്പിച്ചും തരും. കാരണം അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നത്. വായിച്ചു. അടുത്തത് ഞാൻ ഇനി അധികം വിശദീകരിക്കുന്നില്ലായിരുന്നു. എന്തായിരുന്നു അവൻ്റെ ലക്ഷ്യം? നെഹമ്യാവിൻ്റെ ലക്ഷ്യം മുഴുവൻ എന്തുമായിരുന്നു? യെരുശലേമിൻ്റെ ശൂന്യമായി കിടക്കുന്ന ആ യെരുശലേമിൻ്റെ മതിലെ പണിതെടുക്കണം എന്നുള്ളതായിരുന്നു. അടുത്തത് എല്ലാം പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? അതിൻ്റെ അർത്ഥം അവിടെ എപ്പോഴാണ് ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് വേണ്ട, രാജാവിൽ നിന്ന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം അവൻ എന്ത് ചെയ്തു? വാങ്ങിച്ചു. അല്ലേ? രാജാവിൽ നിന്ന് വേണ്ട ഡോക്യുമെന്റ്സ്. ഇപ്പോൾ നമ്മളൊരു ഹോൾ പണിയാൻ പോകണമെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തുവാ? സർക്കാരിൽ നിന്ന് വേണ്ട പെർമിറ്റ് വാങ്ങിക്കണം. വാങ്ങിക്കാതെ നമ്മൾ പണി തുടങ്ങിയിട്ടിട്ട് സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് വന്നിട്ട് പിന്നെ ഇരുന്ന് പോലിച്ചിട്ട് കാര്യമില്ല. എത്രയോ പേര് അതാ ചെയ്യുന്നത്. ഒരു പെർമിഷനും വാങ്ങിക്കാതെ, ഒരു പെർമിറ്റും വാങ്ങിക്കാതെ എന്ത് ചെയ്യുക? അവർ പണി തുടങ്ങി വന്നിട്ട് അപ്പോഴത്തേനും സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് വരും, നിർത്താൻ പറഞ്ഞിട്ട്, പണി നിർത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ സഭയായിട്ട് എന്ത് ചെയ്യാൻ പോവാ? നോ, ഇറ്റ്സ് ടു ലേറ്റ്. തുടങ്ങുന്നതിന് മുമ്പ് നെഹമ്യാവ് ചെയ്ത പോലെ രാജാക്കന്മാർ വേണ്ട സകല ആവശ്യങ്ങൾക്കുള്ള പെർമിറ്റ് വനപാലകന്മാരിൽ നിന്ന് രാജ്യങ്ങൾ കടന്നു പോകാനുള്ളത് ഒക്കെ നെഹമ്യാവ് കയ്യിൽ വാങ്ങിച്ചു. അടുത്തത്
ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഇത്രയെല്ലാം ദൈവത്തിൻ്റെ ആലോചനയും ദൈവശബ്ദവും ദൈവവുമായ ഇതൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടുമാണ് തുടങ്ങുന്നത് എങ്കിൽ തന്നെയും അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ പ്രതീക്ഷിച്ചോണം, ഇത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, എതിർക്കുന്ന ഒരു ജനമുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കി വേണം. There is an opposition. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ദൈവം കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചുകൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. വെറുതെയാ. നമ്മൾ ദൈവത്തിൻ്റെ തന്നെയാണ് വേല ചെയ്യുന്നതെങ്കിലും, ദൈവം പറഞ്ഞത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, ദൈവഹിതപ്രകാരമാണ് നമ്മൾ പോകുന്നതെങ്കിലും എതിർപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഇത് ഇഷ്ടപ്പെടാത്ത, ഇത് സുഖിക്കാത്ത ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഈ സമൂഹത്തിലുണ്ടായിരിക്കും. അടുത്തത് എന്തോ നമ്മൾ വായിച്ചേ, ഒന്നും ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടേക്ക് യുവർ ടൈം. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാളെന്നെ വിളിച്ചേച്ച് പറഞ്ഞുകൊണ്ട് ഭർത്താവ് മരിച്ചതേ ഉള്ളൂ. അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഭർത്താവ് മരിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യുക, ഞാനും മോളും തന്നെ ഉള്ളൂ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എന്തോ പ്രാർത്ഥിച്ചൊന്ന് ആലോചന. ഞാൻ പറഞ്ഞു, ടേക്ക് റെസ്റ്റ് ഫോർ 10 days. 10 ദിവസത്തേക്കൊന്നും എന്ത് ചെയ്യുക, അടങ്ങിയിരിക്കുന്നത്. എന്തോ ചെയ്യേണ്ടതെന്നൊന്നും നീ ചിന്തിക്കണ്ട, ജസ്റ്റ് റിലാക്സ്. നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്തെ നീ അംഗീകരിച്ച് അതുമായിട്ട് നീ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അയ്യോ, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ തന്നെ പാസ്റ്റർ, എല്ലാവരും ചോദിക്കുന്നു ഇനി എന്തോ ചെയ്യാൻ പോകുന്നത്, ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഒരു 10 ദിവസം വെറുതെ ഇരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീ, ഭർത്താവ് എഞ്ചിനീയറായിരുന്നു, പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം മരിക്കുമെന്ന്. വിശ്വാസികളാണ്, ഞാൻ സാധനപ്പെടുത്തി തരുവാ. എന്തെങ്കിലും നിർണായകമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടേ അവർ ചെയ്യാവൂ. അപ്പോൾ അന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യണം. നമ്മൾ യു റിലാക്സ് ഫോർ 10 days. 10 ദിവസം വല്ലതും വയ്ക്കുക, കഴിക്കുക, കുളിക്കുക, വീടൊക്കെ അടിച്ച് വൃത്തിയാക്കുക, ഉറങ്ങുക. ഡോണ്ട് ഡു എനിത്തിങ്. പക്ഷേ എനിക്കൊത്തിരി ആകാംക്ഷ, ഞാൻ പറഞ്ഞു, ആകാംക്ഷ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ജസ്റ്റ് റിലാക്സ്. എല്ലാവരും ചോദിക്കുന്നു, സഭക്കാർ ചോദിക്കുന്നു, പാസ്റ്റർ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, എന്ത് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിക്കുക, അവരോട് മറുപടി പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് മറുപടി പറയാൻ പറയുന്നത്. ജസ്റ്റ് ഡോണ്ട് ഡു എനിത്തിങ് ഹേസ്റ്റ്. ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കട്ടെ, പുള്ളി വാങ്ങിച്ചിട്ടേക്കുന്ന സ്ഥലമുണ്ട്, അതിന് വിൽക്കട്ടെ, ഞങ്ങളെ കൊണ്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ എന്തോ പറഞ്ഞ്, റിലാക്സ്. ഡോണ്ട് ഡു എനിത്തിങ് ഇൻ ഹേസ്റ്റ്. ധൃതി പിടിച്ചൊന്നും ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ. ആര് ധൃതി പിടിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്, അതിൻ്റെ പുറകിലൊരു ചതിയുണ്ട്. അയ്യോ, ചില ആളുകൾ കല്യാണം ഉടനെ അവരോട് മറുപടി പറയണം. കല്യാണം പോയി കഴിഞ്ഞാൽ ഉടനെ ചെറുക്കന് ഇപ്പോൾ ലീവില്ല, ഒതില്ല എന്നൊക്കെ പറഞ്ഞ് ഉടനെ ഞങ്ങൾ ആലോചിക്കണ്ട, മറുപടി പറയാം. അപ്പോൾ ഏറ്റവും വലിയ തിരക്ക് ബ്രോക്കർക്കാണ്. അവർ ചിലപ്പം പോയാലോ, പോട്ടം നിനക്കുള്ളതല്ല, നടന്നാലല്ലേ പുള്ളിയുടെ കാശ് കിട്ടുള്ളൂ. അതാണ് പുള്ളിയുടെ നല്ലത്. അല്ലാണ്ട് എന്നിട്ട് വേണം അവിടുന്ന് വാങ്ങിക്കാനേ. 10 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ പാസ്റ്റർ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആ പെണ്ണിൻ്റെ സഭ ഏതാണ്, അവിടെ ആരാധനയ്ക്ക് വരുന്നതാണോ, ചെറുക്കൻ ഏത് സഭയിലാണ്, ചോദിക്കട്ടെ. പാസ്റ്ററുടെ പേരും അഡ്രസ്സും എന്തോന്നൊക്കെ പറ. ഞങ്ങൾ ചോദിക്കട്ടെന്ന് വിളിച്ച് ചോദിക്കേണ്ടത് എന്തുവാന്ന്. എന്തിനാ ഇത്ര നിർത്തി വയ്ക്കുന്നേ? അല്ല, അവന് വേറെ ആലോചന കെട്ടിക്കോട്ടത്. നിനക്കുള്ളത് എങ്ങും പോവില്ല കുഞ്ഞ്, നിനക്കുള്ളത് എങ്ങും പോവില്ല. ആരെങ്കിലും ധൃതി വയ്ക്കുന്നോ, എഴുതിക്കോ, ചതിയുണ്ട് അതിൻ്റെ പുറകിൽ. ഡോണ്ട് ഡു എനിത്തിങ് ഇൻ ഹേസ്റ്റ്. ഇത് സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും എന്തുവാണെങ്കിലും ധൃതി കാണിക്കുന്ന ആരെങ്കിലും ഉറപ്പാണ് അതിൻ്റെ പുറകിൽ
ചതിയുണ്ട്, ഉറപ്പാ ചതിയുണ്ട്. നെഹമ്യാവ് വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുക. ഡോണ്ട് ഹേസ്റ്റ്. അടുത്തത് അതാണ് ഇനി അടുത്തൊരു കാര്യം. ആദ്യം നമ്മൾ അറിവുകൾ എന്ത് ചെയ്തു? ശേഖരിച്ചു. ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ ആണോ? ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ചിലപ്പോൾ നമ്മുടെ കൂടെ ചേരാനായിട്ട് സഭകളും പാസ്റ്റർമാരും വരും. 50 ആരിപ്പം വിശ്വാസികളുടെ എണ്ണം പറയാൻ പറയും, ഒരു 16 കുടുംബം ഉണ്ടെന്ന് പറയും. 16 കുടുംബം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ 16 കുടുംബം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 35 വിശ്വാസികളെങ്കിലും കാണുകയും ചോദിക്കും. അത്രയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ ആൾ വെച്ചേ ഉള്ളൂ. അപ്പോൾ 16 കുടുംബം. അപ്പോൾ ഇത് അന്വേഷിക്കാനായിട്ട് വിടും ഞാൻ ഒരാളെ. അയാൾ പോകുന്ന ആഴ്ചയിൽ അയാൾ 3-4 റിപ്പോർട്ടൊക്കെ പറയും. പിന്നെ ഞാൻ പോകുമ്പോഴാ വിവരം മനസ്സിലാവുന്നത് എന്തുവാ? അന്ന് ആരുമില്ല. അന്ന് ചാക്കോച്ചനും വന്നിട്ടില്ല, മറിയാമ്മയും വന്നിട്ടില്ല. അന്നത്തെ ആരാധനയ്ക്ക് പാസ്റ്റർക്ക് എഴുന്നേറ്റ് നിന്ന് ഇവർ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് ഇവിടെ ആരും ഇല്ലാത്തതെന്നും പറഞ്ഞ് പരാതി പറയാനാണ് നേരം. അങ്ങനെ തന്നെ അതൊന്നും അന്വേഷിച്ച് നോക്ക്. കേട്ടതിൽ 75% അതിശയോക്തിയായിരിക്കും. 75% എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞുതരാം. നിന്നെ പിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്നാൽ നേരെ തിരിച്ച് വേറെ ചിലരുണ്ട്. അവർ 100 വിശ്വാസികളുണ്ടെന്ന് വിചാരിക്കേ. അവരോട് ചോദിച്ചാൽ അവർ പറയും ഒരു 10-70 പേര് കാണും. നീ ആരും പറയാതെ ആരും അറിയാതെ സഭയിൽ പൊക്കോ. പുള്ളി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആത്മാക്കൾ അവിടെ ഉണ്ടാവും. നമ്മൾ 70 പ്രതീക്ഷിച്ചാണ് നമ്മളീ പോകുന്നത്. അവിടെ 100-ഉം 110-ഉം കാണും. അങ്ങനെയുള്ള സഭകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒന്ന് അതിശയോക്തി പറയുന്നവരെ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചറിയേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാ? ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്വമാ. ഞാൻ അറിഞ്ഞില്ല, ഞാനിത് നോക്കിയില്ല എന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. അടുത്തത്, ഒരു നേതാവ് അടുത്ത് ജനത്തിന്റെ സമ്പൂർണ്ണ സഹകരണം മേടിക്കണം. അവര് അതും വേണം. അത് കഴിഞ്ഞിട്ടാണ് സമ്പൂർണ്ണ സഹകരണം. ഒരു നേതാവ് രഹസ്യം സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഒത്തിരി ആളുകളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കും, നമ്മൾ കാണും, ഒത്തിരി നമ്മൾ കേൾക്കും. ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഒത്തിരി നമ്മൾ കേൾക്കുകയും ഒത്തിരി നമ്മൾ കാണുകയും ചെയ്യും. പക്ഷെ ഒരു നേതാവ് പറയേണ്ടതേ പറയാവൂ, പറയേണ്ടവരോടേ പറയാവൂ. ബാക്കിയെല്ലാം അവൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചേക്കുക. നിൻ്റെ മരണത്തോടുകൂടെ അത് അങ്ങനെ തന്നെ അവസാനിച്ചോട്ടെ. ഒരിക്കലും ലോകം എന്ത് ചെയ്യരുത്? അറിയരുത്. ഒരു നേതാവ് എപ്പോഴും രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവളായിരിക്കണം. യെസ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? വാട്ട് ഈസ് യുവർ വിഷൻ? നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്നുള്ളത് നിന്റെ അനുയായികൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ സഭയിൽ പറയാറുണ്ടല്ലേ. കൺവെൻഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ സഭയിൽ പറഞ്ഞു, നമുക്ക് അടുത്ത വർഷം കൺവെൻഷനുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുക, അതിനെക്കുറിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കൂടാനൊക്കത്തില്ല. അപ്പോൾ ആശയങ്ങൾ ജനത്തെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇങ്ങനെ ഇത് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനാ? ആരും പറയരുത് സാറിന് കാശുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്തിക്കുമെന്ന്. സാറിന് കാശുണ്ടോ? സാറിന് നടത്തിക്കോ. അല്ല, ജനത്തിൻ്റെ സമ്പൂർണ്ണ സഹകരണം നമുക്ക് വേണോ? നാം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ജനത്തിന് ബോധ്യം നൽകി കൊടുക്കണം. നെഹമ്യാവ് അത് ചെയ്തു. അടുത്തത് അവരെ കൂടെ നമുക്ക് അവരെ എന്ത് ചെയ്യണം? നമ്മുടെ ദർശനത്തിലേക്ക് ഉൾക്കൊള്ളിക്കണം. ഇപ്പം നമുക്ക് ഒരു വലിയ ദർശനം ദൈവം തന്നിട്ടുണ്ട്. ഇത് എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. തൃശ്ശൂരിൻ്റെ സുചരീകരണം പോലും എന്നെക്കൊണ്ട് എന്ത് ചെയ്യത്തില്ല, തന്നെ പറ്റില്ല.
കാരണം ഇവിടെ പല ടൈപ്പ് ആളുകളുണ്ട്, പല ആവശ്യങ്ങളുള്ളവരുണ്ട്. അപ്പൊ ഇവരെ സുവിശേഷീകരിക്കണമെങ്കിൽ ഇതിന് പ്രാപ്തന്മാരായ ആളുകളെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദർശനത്തിലേക്ക് ഞാൻ എടുത്തുകൊണ്ടുവരണം, ചേർത്തെടുക്കണം. തൃശ്ശൂരിനെ സുവിശേഷീകരിക്കുക എന്ന് പറയുമ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഒരു 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 പല ടൈപ്പ് ആളുകളുടെ ഒരു സംഗമസ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ. ഒന്ന്, ഇത് എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ പലയിടത്തു നിന്നുള്ള ആളുകൾ ഇവിടെ പഠിക്കാനായിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ജോലി മാത്രം ചെയ്യാൻ വേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. അതാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആരില്ല. അതിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, രോഗികൾ, പല ടൈപ്പ് രോഗികളുണ്ട്. അപ്പോൾ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഇവരെ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയണമെങ്കിൽ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. അതുകൊണ്ടാണ് എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം അവരുടെ ഇടയിൽ നിന്ന് ദർശനം കൊടുത്ത ഒരാളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, വാ വാ വാ, നമ്മുടെ കുടയുടെ കീഴിൽ നിന്നോ, നീ മഴ നനഞ്ഞ് ഓടണ്ട, നീ മഴ നനഞ്ഞ് പോകണ്ട, ഈ കുടയുടെ കീഴിലേക്ക് നീയും പോരെ. അപ്പം ഞാൻ എൻ്റെ അടുക്ക് വരുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കും, എന്താ നിങ്ങളുടെ ദർശനം? ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന ദർശനം എന്തുവാ? അപ്പോൾ ഒരു കൂട്ടർ പറയും, ഇപ്പം കുഞ്ഞോൻ പാസ്റ്റർ നമ്മുടെ ഇടയിലുള്ള നല്ല ശക്തനായൊരു ദൈവം, പുള്ളിക്ക് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് ദൈവം പുള്ളിക്ക് ഒരു അതിനൊരു ദർശനവും അതിനൊരു കാഴ്ചപ്പാടും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ പുള്ളി അതിന് എടുക്കണത്. നമ്മളൊക്കെ പോയി എന്നാൽ കേൾക്കാനും പുള്ളി നിന്ന ആളുകൾ അറിയും, പറഞ്ഞു ഈ കൂടെ നിന്നോ, കാരണം ഞങ്ങളുടെ ദർശനത്തിൻ്റെ ഒരു ഭാഗമായത്. ഇങ്ങനെ ഓരോരുത്തരെ. ഈ കഴിഞ്ഞ ദിവസം വേറൊരാളെ കണ്ടു, അദ്ദേഹത്തിന് ദൈവം കൊടുത്തേക്കുന്ന കൃപയും കഴിവെന്ന് പറഞ്ഞാൽ വേറൊന്നാ. അപ്പം അതാഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ കുടയിലോട്ട് കയറിക്കും, നിങ്ങൾക്ക് ശുശ്രൂഷിക്കാം, ദൈവം നിങ്ങൾക്ക് തന്ന കാലത്തുകൾ, നിങ്ങൾക്ക് തന്ന കൃപകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഏതുപോലാന്ന് ഉദാഹരണം പറഞ്ഞാൽ എന്തുവാ? ഷോപ്പിംഗ് മാൾ പോലെ. ഒത്തിരി കടകൾ അവിടെയുണ്ട് അല്ലേ? അപ്പോഴേ ഇതൊരു സൂപ്പർ പോലെ, മാള് പോലെ. എന്തോ വേണ്ടേ, ആർക്കാ വേണ്ടേ, എല്ലാം അവിടെ. അതുകൊണ്ടാണ് ഈ മാളുകളൊക്കെ ഇത്രയും വിജയിക്കുന്നതിൻ്റെ കാര്യം തന്നെ. പലയിടത്ത് പോകേണ്ട സ്ഥലം വാങ്ങിക്കാനായിട്ട്. ഇറച്ചി വാങ്ങിക്കണമെങ്കിൽ ഇനി അവിടെ പോകണം, തൃശ്ശൂർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഇറച്ചിക്ക് പോകണം, മീൻ ഇവിടെ പോകണം. ഇതിനകത്ത് ചെന്നെന്താ എല്ലാം ഒറ്റൊരു കുടക്കീഴിൽ നമുക്ക് കിട്ടും. ഒരു മിഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതാ. പല ദർശനമുള്ളവർ, പല കാഴ്ചപ്പാടുള്ളവർ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുക. ഒറ്റ ലക്ഷ്യം എന്തുവാ? ദൈവരാജ്യത്തിൻ്റെ വളർച്ച. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ദർശനമല്ല എൻ്റെ കടയിൽ ഞാൻ ഇത് മാത്രമേ വെക്കുന്നുള്ളായിരിക്കും. ഏത് ഇല്ലേ, ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടോ? ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? പല ജാതി ഫുഡുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ വേണ്ടവന് ആ സ്റ്റാളിൽ ചെല്ലാം, ഫ്രൈഡ് ചിക്കൻ വേണ്ടവന് അപ്പുറത്ത് ചെല്ലാം, ഷവർമ വേണ്ടവന് ഇപ്പുറത്ത് ചെല്ലാം, നൂഡിൽസ് വേണ്ടവന് അവിടെ ചെല്ലാം. ഏത് ഫുഡ് ആവശ്യമുണ്ടോ അവിടെ അതെല്ലാം ഇതിനകത്ത് കിട്ടും. ഒരു നേതാവ് അങ്ങനെ ആയിരിക്കണം. ദർശനമുള്ളവനെ എവിടെ കാണുന്നോ, അവനെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ദർശനത്തോട് ചേർത്ത് നമുക്ക് അവനെ പണിയാനായിട്ട് സാധിക്കും. നെഹമ്യാവ് അതാ ചെയ്തത്. അടുത്തത് എന്തുവാ? അതെ, അടുത്ത നമ്മൾ വായിക്കുന്നതിന് അടുത്ത പോയിന്റ് തോന്നിക്കോ. ജിജോയുടെ നോട്ടില്ല. അടുത്ത പോയിന്റ്, എപ്പോഴും അവന് ബോധ്യമുണ്ടായിരിക്കണം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ്. പതറരുത്, ബി ഫോക്കസ്ഡ്. അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒട്ടും പതറാതെ അവൻ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകുന്നവനായിരിക്കും ഒരു നേതാവ്. അടുത്ത് തന്നെ എന്തുവാ? അതാണ് നെഹമ്യാവിനുള്ള ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയാമോ? നോക്കിക്കേ, താന് യെരുശലേമിൻ്റെ മതിലൊക്കെ പണിത പുസ്തകം തന്നെ, നെഹമ്യാവിൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഒരു അധ്യായം മുഴുവനും
തന്നോട് കൂടെ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ താൻ പരാമർശിക്കുകയാണ്. അവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നിങ്ങൾ വിചാരിക്കുക അവരുടെ പേരൊന്നും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചേനെ എന്ത് ചെയ്തേനെ, ഇതൊക്കെ നെഹമ്യാവ് ഒറ്റയ്ക്ക് ചെയ്തതാണ്. അവിടെ നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങളും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ തൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ എല്ലായിടത്തും ഒട്ടുമുക്കാൽ ലേഖനങ്ങൾ അവരുടെ ചിലരുടെ പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്ന കാണാം. അത് രണ്ട് കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ തന്നെ ചെയ്തതല്ല. എക്കനോളജിങ് അതേഴ്സ് കോൺട്രിബ്യൂഷൻ. മറ്റുള്ളവരുടെ സഹകരണത്തെ അവൻ എന്ത് ചെയ്യുമോ, അംഗീകരിക്കുകയും അവന് അതിന് നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ്. ഈ ഭാഗം ചെയ്തത് ഇന്ന ആളാ കേട്ടോ, ഈ ഭാഗം ചെയ്തത് ഇന്ന ആളാ, ഈ ഭാഗം ചെയ്തത് ഇന്ന ആളാ, ഈ ഭാഗം ചെയ്തത് ഇന്ന ആളാ എന്ന് അതൊരു അംഗീകാര്യമാണ് അവർക്ക്. ഒരു നേതാവ് എപ്പോഴും മറ്റുള്ളവർക്ക് അംഗീകാര്യം കൊടുക്കുന്ന ഒരാളായിരിക്കണം. അടുത്തത്, ആരാ എന്തോ ചെയ്തതെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം നോക്കിയാ അതെ, അങ്ങനൊരു പോയിന്റ് ഉണ്ട്. ചുമതല ഏത് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തർക്കും എന്ത് ചെയ്തു, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞേ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. പിന്നെ ഏത് പണിയാ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, രൂപരേഖ നൽകി കൊടുക്കുക. നീ ഇത് ചെയ്യേ, നീ ഇത് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടെ പ്രത്യേകം ഓർക്കണം. ഇങ്ങനെയൊക്കെ നീ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോ, എല്ലായ്പ്പോഴും കയ്യടിയും അംഗീകാരവും കിരീടവും കിട്ടിയെന്ന് വിചാരിക്കണ്ട. പലപ്പോഴും അവഗണനയും നിന്ദയും ആരോപണങ്ങളും മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ലഭിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞോ? ഇനി എത്ര ഉണ്ട്? രണ്ടെണ്ണം കൂടെ ഉണ്ടോ? വായിച്ചു തീർത്തോ? അത് ഓർത്തോണം. ആസ് യു ഗ്രോ ഇൻ മിനിസ്ട്രി, നീ ശുശ്രൂഷയില് ദൈവിക വേലയില് വളരും തോറും എതിരാളികളുടെ എണ്ണവും നിനക്ക് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതെപ്പോഴും ഓർത്തോണം. അടുത്തത്, യു ഷുഡ് നോ വാട്ട് ടു ഡു വെൻ. എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. കഴിഞ്ഞില്ലേ? അതെല്ലാം നേരത്തെ വന്നു പോയ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് കയറാൻ പോവാം. നെഹമ്യാവിനെ ഞാൻ അവിടെ കൊണ്ട് നിർത്താം. ഇത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. നിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായാൽ മതി. ഇപ്പം നമ്മൾ ക്രിസ്തീയ നേതൃത്വത്തിൽ ആയിരുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ബൈബിൾ ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ നമ്മൾ എടുപ്പിക്കുന്നത്. പൊതുഗുണങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നെഹമ്യാവിനെ കഴിഞ്ഞു. ഇനി പുതിയ നിയമത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാം. ദ ബെസ്റ്റ് മാൻ ഈസ്, പുതിയ നിയമത്തിൽ എടുക്കാൻ പൗലോസ് തന്നെയാണ്. പൗലോസിൻ്റെ ജീവിതത്തിലെ ഏതാണ്ട് ഒത്തിരി ഒന്നും നമ്മൾ നോക്കുന്നില്ല, ഒരു 31 ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പൗലോസിൻ്റെ ജീവിതത്തിലുള്ള. അതെ, പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 31 ലീഡർഷിപ്പ് ക്വാളിറ്റീസാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ 21 അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നിന്നായിരിക്കും. ബഹുഭൂരിപക്ഷം ആക്ട്സ് ചാപ്റ്റർ 20. 21 ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന 31 നേതൃത്വ ഗുണങ്ങൾ. അത്രയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ദ നെക്സ്റ്റ് പോൾ. അടുത്ത പൗലോസ് നിങ്ങൾക്കാകാം, ഒരു സംശയമില്ല. നമുക്ക് നോക്കാം. അതിനാധാരമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്
അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം വാക്യം 19 മുതലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം എടുത്തോ? എല്ലാവരും വേദസ്സുള്ളവരൊക്കെ എടുത്തോ? ഈ ആഴ്ച മുഴുവൻ പൗലോസിൻ്റെ ജീവിതത്തിൻ്റേതായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം തൊട്ടാണ് നമുക്ക് വായിക്കണ്ടേ. ഇത് സന്ദർഭം ഏതാണെന്നറിയാമോ? പൗലോസ് ഒരു യാത്ര പറഞ്ഞു പോവുക. കുറച്ചുകൂടെ മുമ്പ് ഇത് വായിച്ച് 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കേ. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു മക്കെദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യൗവനദേശത്തെത്തി. അവിടെ 3 മാസം കഴിച്ചിട്ട് തുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയായി മക്കെദോന്യ വഴിയായി മടങ്ങി പോകുവാൻ നിശ്ചയിച്ചു. ബെരാവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കയിലായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തിമോഥിയോസും ആസ്യക്കാരനായ തുഹിക്കോസും കാരനെന്നാണോ കാരായ എന്നാണോ? ഒന്നിലധികം ഉണ്ട്. ആസ്യക്കാരായ ത്രൊഫിമോസും ആസ്യയിലേക്ക് അവനോട് കൂടെ പോയി. എന്നിട്ട് അവർ മുമ്പേ പോയി ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നൽകി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. പോട്ടെ, അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് അങ്ങനെ അവിടെ യുദ്ധകോസ് താഴെ വീഴുന്നു, പൗലോസ് ജീവിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ 15-ാം വാക്യം. പിറ്റേന്നാൾ ഗിയോസ് ദ്വീപിന്റെ തൂക്കിലെത്തി. മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലത്തോസിൽ എത്തി. മിലത്തോസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാൾട്ട. അവിടെ എത്തി. കഴിയും എങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരൂശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസ്യയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണം എന്ന് നിശ്ചയിച്ചിരുന്നു. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ. ശ്രദ്ധിച്ചോ? ഇനിയാണ് പൗലോസിന്റെ. അപ്പം പൗലോസ് എന്ത് ചെയ്തിരിക്കുന്നു? അവൻ ആസ്യയിലെത്തി. 1-ാം നാൾ മുതൽ മിലത്തോസിൽ നിന്നും അവൻ എഫെസോസിലേക്ക് ആളയച്ചിട്ട് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ എല്ലാം വരുത്തി പൗലോസ് അവരുമായിട്ട് സംസാരിക്കുക. ശ്രദ്ധിച്ചോ? ഇനി ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ. പൗലോസിന്റെ 1-ാമത്തെ സ്വഭാവമാ. അല്ല, അതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്തു? കണ്ടു, എല്ലാരും വിളിച്ചു വരുത്തി. പൗലോസ് എഫെസോസിലുള്ള സഭയിലെ മൂപ്പന്മാരെ എല്ലാം പൗലോസ് എന്ത് ചെയ്യുക? വിളിച്ചു വരുത്തുക. എന്നിട്ട് പറയുകയാണ്, ഇനി അവരോട് ഒന്നിച്ചായി പറയുന്നത്, അല്ലാണ്ട് രഹസ്യ സംഭാഷണമല്ല ഇത്. പറയുകയാണ്, ഞാൻ ഏഷ്യയിൽ ഞാൻ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് പറയാ, എങ്ങനെ ഇരുന്നേ? ഞാൻ എന്നും വളരെ താഴ്മയോടല്ല, എങ്ങനെ ഇരുന്നു എന്നും. ചുക്കുമൂളഗതി പല്ലി കേട്ടിട്ടില്ലേ? അതെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടെ. ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് പോൾ. വളരെ താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു പൗലോസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ഇപ്പം നോട്ട് എഴുതുന്നത്? നിങ്ങൾ വളരെ താഴ്മയെന്നല്ല, എന്താ എഴുതാൻ പോകുന്നത്? 2-ാമത്തെ ക്യാരക്ടറിനെ എടുക്കുന്ന ക്രിസ്ത്യൻ ലീഡർഷിപ്പിലെ പൗലോസിൻ്റെ ജീവിതത്തിലെ നേതൃത്വ ഗുണങ്ങൾ ബേസ്ഡ് ഓൺ
ആക്ട്സ് ചാപ്റ്റർ 20, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ഗുണം, ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മയുള്ളൊരു മനുഷ്യൻ. അത് വേണ്ട, നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടി, അത് ജനറൽ, അത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് ആരോടായി പറയുന്നത്. ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. അവൻ താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. ഇത് പറയുമ്പോൾ ഈ ആളെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ആരായി പറയുന്നത്? ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല ഇവന്. പൗലോസിൻ്റെ അന്നത്തെ ജീവിതത്തിൽ പൗലോസ് എന്ന് പറയുന്നത് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ കുറഞ്ഞവനല്ലെന്നാ പറഞ്ഞേ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ആരൊക്കെയാ? പത്രോസ്, യോഹന്നാന്, യാക്കോബ്, അവരൊക്കെയാണ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ. അതിനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ആര്? പൗലോസ്. അത് അവിടെ ഇരിക്കട്ടെ. 2, കുടുംബപാരമ്പര്യം നോക്കിയാലോ. യഹൂദരിൽ നിന്ന് ജനിച്ച യഹൂദൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, എരിവ് സംബന്ധിച്ച് സഭയെ മുടിച്ചു വന്നവൻ. അതങ്ങനെ വിദ്യാഭ്യാസമായിട്ട് നോക്കാം. ഗമാലിയേലിന്റെ പാളവീടത്തിരുന്ന് പഠിച്ചവൻ. സാമ്പത്തികമായിട്ട് നോക്കാം. വേദോസത്തിൽ പറയുന്നില്ലെങ്കിലും ചരിത്രം പറയുന്നത് ഒരു വലിയ കപ്പലുടമസ്ഥന്റെ മകനാണ്. ശരി, അത് മാറ്റിവെക്കാം. അവനെ എവിടാ തള്ളി വെക്കാൻ പറ്റുന്നത്, മാറ്റി വയ്ക്കാൻ പറ്റുന്നത്? പൗരത്വം നോക്കാം. റോമ അനേകർ കാശ് കൊടുത്ത് കിട്ടും, അത്ര വലിയ ഒരു കാര്യമാണ് റോമാ പൗരത്വം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്. അതുള്ളവൻ അവൻ്റെ ജീവിതത്തേക്ക് ഒന്ന് നോക്കിയേ, എന്തോ ഒരു താഴ്മയുള്ളൊരു ജീവിതം. ഞാൻ ഒരു കാര്യം പറയാം, വല്ലതും ഉള്ളവന് താഴാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇല്ലാത്തവനെ തലപൊക്കി നിൽക്കുള്ളൂ. വല്ലാണ്ട് തലപൊക്കി നിൽക്കുന്ന കാണുമ്പോൾ ഓർത്തോ, അകത്തൊന്നുമില്ല. അതൊന്നും, അതാണ് ഇങ്ങനെ നിൽക്കുന്നല്ലേ. നെൽപ്പാടങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? മണിയുള്ളതെല്ലാം കുനിഞ്ഞ് ചാഞ്ഞ് കിടക്കും, ഒന്നുമില്ലാത്തതോ ഇങ്ങനെ പോണ്ട്. അതൊരു സഭയിൽ ചെന്നാലും അങ്ങനെ തന്നെ, പ്രസ്ഥാനങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ കാണും. പൗലോസ് പറയാ, ഞാൻ താഴ്മയോടെ. ഇതവൻ്റെ ജാടയായിരുന്നു. ദാറ്റ് വാസ് ഹിസ് ലൈഫ് സ്റ്റൈൽ. അതവൻ്റെ ജീവിതശൈലിയായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. വേറെ പുസ്തകത്തിൽ താഴ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് 3 പേരെ നമുക്ക് കാണാൻ കഴിയും. 1 മോശയാണ്, 2 യേശുവാണ്, 3 പൗലോസാണ്. ഇവർ 3 പേരുടെയും താഴ്മയെക്കുറിച്ച് വേറെ പുസ്തകം പറയുന്നുണ്ട്. ഈ തലമുറയിൽ ഞാനെന്ത് ചെയ്യായിരിക്കണം? ആ താഴ്മ എവിടെല്ലാം കാണണം? ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും. നമ്മുടെ സംസാരത്തിലുണ്ടാവണം, ജീവിതത്തിലുണ്ടാവണം, വസ്ത്രധാരണ രീതിയിലുണ്ടാവണം. ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. പൗലോസിൻ്റെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം അവൻ്റെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയായിരുന്നില്ല. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയമായ അവനുണ്ടായിരുന്ന സ്വാധീനമായിരുന്നില്ല. അവൻ്റെ താഴ്മയാണ്. കാരണം നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവരെയോ അവൻ കടാക്ഷിക്കുന്നു. ദൈവകടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമോ? ജീവിതത്തിൽ ഇത് നമുക്കൊരു മുഖമുദ്രയായിട്ട് എടുക്കാം. ഐ വിൽ ലീവ് ഹംബ്ലി. കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് ഇവിടെ പഠിക്കുക. കർത്താവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നേ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, അവൻ തന്നെത്താൻ
താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. ചിലരുടെയൊക്കെ ഗമ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ തന്നെ പേടി തോന്നും. അവനോട് വല്ലതും ചോദിക്കാൻ തന്നെ നമുക്ക് പേടിയാ. അവനോട് അടുത്ത് പോകാൻ നമുക്ക് പേടിയാ. കാരണം എന്നാ, കെട്ടും മട്ടും പാവവും ചീറ്റലും ഒക്കെ കാണുമ്പം പേടിയാ നമുക്ക്. കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. എനിബഡി ക്യാൻ അപ്രോച്ച്. ആർക്കും കർത്താവിൻ്റെ അടുക്ക് ചെല്ലായിരുന്നില്ലേ? കൊച്ചു പിള്ളേർ പോലും കർത്താവിൻ്റെ അടുക്ക് ചെന്നില്ലേ? അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവിൻ്റെ അടുക്ക് വന്നില്ലേ? മോശയുടെ ജീവിതം നോക്കിയേ, എനിബഡി ക്യാൻ അപ്രോച്ച്. മോശയുടെ അടുക്ക് ആർക്ക് വേണമെങ്കിലും വരായിരുന്നു. പൗലോസിൻ്റെ ജീവിതം നോക്ക്. ഒരു ക്രിസ്തീയ നേതാവിൽ കാണേണ്ട ഏറ്റവും വലിയൊരു ഗുണം താഴ്മയാണ്. വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നല്ലതാന്നേ. വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ചീറ്റപ്പുലിയോട് കൂടെ നീ ഇരുന്ന് ആർക്ക് നിന്റെ അടുക്ക് വരാൻ പറ്റും? ചിലരൊക്കെ തന്നെ ഞാൻ പണം കൈ കൊണ്ട് തുടത്തില്ല, വേണ്ട ചെക്ക് ഉപയോഗിക്കുന്നതായിരിക്കും പുള്ളി, അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിക്കുള്ളൂ, പണം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇന്ന കാലത്ത് അത് പറഞ്ഞല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഞാനും പണം ഉപയോഗിക്കാറില്ലെന്ന് പറയാം. കാരണം എന്നാ, എല്ലാം ഗൂഗിൾ പേ അല്ലേ ഇപ്പോൾ. അതൊന്നുമല്ല താഴ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അത് നിന്റെ ജീവിതത്തിൽ കാണണം. ചിലരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. വേറൊസ്തുതി പറയുന്നുണ്ട്, അവൻ്റെ അഹങ്കാരം അവൻ്റെ മുഖത്ത് കാണുന്നു എന്ന് വേറൊസ്തുതി പറയുന്നുണ്ട്. ബൈബിളിലെ വാക്യം അത്. അഹങ്കാരം മുഖത്ത് കാണാം. അങ്ങനെയാണെങ്കിൽ താഴ്മയും നിന്റെ മുഖത്ത് നോക്കിയാൽ കാണാം. പൗലോസിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഗുണം, ഞാൻ എത്ര താഴ്മയോടെ. താഴ്മ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, തെറ്റി വായിച്ചതാണെങ്കിലും വായിച്ചു തരിക, എന്നും താഴ്മയോടായിരുന്നു. എന്നും. രണ്ടാമത്തെ ഗുണം കൂടെ നോക്കി ഞാൻ ഇന്ന് നിർത്താൻ പോവുക. വായിച്ചോ. താഴ്മയോടെ, കണ്ണുനീരോടെ. പൗലോസിന്റെ രണ്ടാമത്തെ ക്യാരക്ടർ എന്തുവാ? എ മാൻ ഓഫ് ടീയേഴ്സ്. കണ്ണുനീരിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. നമ്മളെപ്പോഴാണ് കരഞ്ഞിട്ടുള്ള അവസാനം? 2 പൊട്ടിയപ്പം അല്ല, രാവിലെ എന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലേ? എൻ്റെ വിശ്വാസി എന്നോട് ഇങ്ങനെ സംസാരിച്ചു, എന്നോട് ഇങ്ങനെ ഇടപെട്ടു. പൗലോസ് അതല്ലായിരുന്നു. ഹിസ് ലൈഫ് വാസ് ഇൻ ടീയേഴ്സ്. ഒരു ക്രിസ്തീയ നേതാവിനുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം, ഒരു കണ്ണുനീരിൻ്റെ ജീവിതം കാണണം. ഉത്തമഗീതത്തിൽ കാന്തയെക്കുറിച്ച് ഒരു പ്രതിപാദ്യം പറയുന്നിടത്ത് അവളുടെ കണ്ണുകൾ പ്രാവിൻ കണ്ണുകൾ പോലെ എന്ന് പറയുന്നുണ്ട്. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ. എന്താ പ്രാവിൻ്റെ കണ്ണിനുള്ള ഗുണമെന്ന് അറിയാമോ? ഇറ്റ് ഷുഡ് ബി വെറ്റ് ഓൾ ദി ടൈം. അതെപ്പോഴും ഈറനെണിഞ്ഞ കണ്ണായിരിക്കും. കാന്തയെക്കുറിച്ച് പറയുകയാണ്, നിന്റെ കണ്ണുകൾ പ്രാവിൻ കണ്ണുകളെ പോലെ, ഈർന്നറിഞ്ഞ കണ്ണുകൾ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴാണ് കണ്ണുനീരോടെ ആയിരുന്നു. ഒരു ക്രിസ്തീയ ലീഡറല്ല, ഒരു ക്രിസ്തീയ നേതാവിൽ കാണേണ്ടത്. ഇത് 4 വരെ കാണിക്കാനുള്ള കണ്ണീരല്ല കേട്ടോ. അറിയാതെ ദൈവം എന്നെ ഇത്രയും സ്നേഹിച്ചല്ലോ, കർത്താവിനെ കുറിച്ച് അറിയാത്തവര് ഇത്രയും എൻ്റെ ചുറ്റുപാടും കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? പൗലോസിൻ്റെ ജീവിതം, ശുശ്രൂഷ സക്സസ്ഫുൾ ആവാൻ കാരണം 1 ദ ഹ്യൂമിലിറ്റി, 2 ഹി വാസ് എ മാൻ ഓഫ് ടീയേഴ്സ്. കണ്ണുനീരിൻ്റെ ഒരു മനുഷ്യൻ.